Hi friends, welcome to Lectures on Law. 2024 Kerala LLM Entrance Examination date postpone ചെയ്ത് വന്നിട്ടുണ്ട്. എക്സാമിനേഷൻ ഡേറ്റ് 25th August 2024 ആണ്. ഉച്ചയ്ക്ക് 3 മണി തൊട്ട് 5 മണി വരെയാണ് എക്സാമിനേഷൻ. ഉച്ച കഴിഞ്ഞിട്ടാണ് എക്സാമിനേഷൻ വരുന്നത്. അപ്പോൾ അഡ്മിറ്റ് കാർഡ് സൈറ്റിൽ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് എക്സാം രജിസ്റ്റർ ചെയ്തിട്ടുള്ളവർക്ക് അഡ്മിറ്റ് കാർഡ് സൈറ്റ് വഴിയായിട്ട് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. വെബ്സൈറ്റ് കാൻഡിഡേറ്റ് പോർട്ടൽ വഴിയായിട്ടാണ് നിങ്ങൾ ഡൗൺലോഡ് ചെയ്യേണ്ടത്. വെബ്സൈറ്റ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. സിയുടെ വെബ്സൈറ്റ് വഴിയായിട്ടാണ് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കുന്നത്. അഡ്മിറ്റ് കാർഡിൽ എന്തെങ്കിലും ഡിഫക്റ്റുകൾ ഉള്ളവർക്ക് നിങ്ങൾക്ക് അഡ്മിറ്റ് കാർഡ് അവിടെ വന്നിട്ടുണ്ടാവില്ല. അതോടൊപ്പം തന്നെ ഫോട്ടോയിലോ അല്ലെങ്കിൽ നിങ്ങളുടെ സിഗ്നേച്ചറിൽ എന്തെങ്കിലും ഡിഫക്റ്റ് ഉള്ളവർക്കായിരിക്കും ആ അഡ്മിറ്റ് കാർഡ് വരാത്തത്. അപ്പോൾ അങ്ങനെ ഡിഫക്റ്റ് ഉണ്ട് എന്ന് മെമ്മോ വന്നിട്ടുള്ള കുട്ടികളാണ് എങ്കിൽ നിങ്ങൾ ആ ഒരു ഡിഫക്റ്റ് റെക്ടിഫൈ ചെയ്ത് 22-ാം തീയതിക്കുള്ളിൽ കൊടുക്കുക. 22-ാം തീയതി രാത്രി 12 മണിക്കുള്ളിൽ നിങ്ങൾ ആ ഒരു ഡിഫക്റ്റ് റെക്ടിഫൈ ചെയ്ത് കൊടുത്താൽ നിങ്ങളുടെ പ്രോപ്പർ ആയിട്ടുള്ള അഡ്മിറ്റ് കാർഡ് വരുന്നതായിരിക്കും. അത് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് എക്സാമിനേഷൻ സെന്ററിൽ കൊണ്ടുപോകേണ്ടതാണ്. മാൻഡേറ്ററി ആയിട്ട് നിങ്ങൾ കൊണ്ടുപോകേണ്ട ഒന്നാണ് അഡ്മിറ്റ് കാർഡും അതോടൊപ്പം തന്നെ നിങ്ങളുടെ ഏതെങ്കിലും ഫോട്ടോ ഉള്ള ഒരു ഐഡന്റിറ്റി പ്രൂഫും. അത് ഏതെങ്കിലും കൊണ്ടുപോകാം. ആധാർ കാർഡോ അല്ലെങ്കിൽ ഈ ആധാറോ നിങ്ങൾക്ക് പാൻ കാർഡ്, ഡ്രൈവിംഗ് ലൈസൻസ്, വോട്ടേഴ്സ് ID ഇങ്ങനെ ഏതെങ്കിലും ഒരു ID പ്രൂഫ് നിങ്ങളുടെ ഒറിജിനൽ ആണ്, ഫോട്ടോസ്റ്റാറ്റ് അല്ല, ഒറിജിനൽ ആണ് ഏതെങ്കിലും ID പ്രൂഫ് കൊണ്ടുപോകേണ്ടതാണ്. അതോടൊപ്പം തന്നെ അഡ്മിറ്റ് കാർഡും കൊണ്ടുപോകണം. ഒരു പെന്നും നിങ്ങൾക്ക് എക്സ്ട്രാ എടുക്കാൻ സാധിക്കുന്നതാണ് കൊണ്ടുപോകുമ്പോൾ. വർക്ക് ഷീറ്റ് ചെയ്യാനായിട്ടുള്ള പേപ്പേഴ്സ് ഒന്നും വേണ്ട. നിങ്ങൾക്ക് വർക്ക് ചെയ്യാനായിട്ടുള്ള പേപ്പേഴ്സിൻ്റെ ഒന്നും ആവശ്യം വരുന്നില്ല. നിങ്ങൾക്ക് എല്ലാം പ്രോബ്ലം ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ഒന്നുമില്ല, അറിയാം 10 ലോ സബ്ജക്ട്സ് ആണ് വരുന്നത്. എന്നാലും നിങ്ങൾ എക്സ്ട്രാ പേപ്പേഴ്സ് ഒന്നും എടുക്കേണ്ട, അതൊക്കെ അവിടുന്ന് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. അതോടൊപ്പം തന്നെ ബാക്കി ഇലക്ട്രോണിക് ഡിവൈസസ് ഒന്നും പറ്റില്ല. കാൽക്കുലേറ്റേഴ്സ് അല്ലെങ്കിൽ വേറെ ഡിജിറ്റൽ വാച്ച് അങ്ങനെയുള്ളതൊന്നും സാധിക്കില്ല. പെൻസിൽ, ഇറേസർ ഒന്നും അവിടെ അലൗഡ് അല്ല. നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു. ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പറ്റില്ല. അപ്പോൾ അതോടൊപ്പം തന്നെ CBT മോഡ് എക്സാമിനേഷൻ ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ 1:30 to 2:30 ടൈമാണ് അവിടെ റിപ്പോർട്ടിംഗ് പറഞ്ഞിട്ടുള്ളത്. ആ ഒരു 2:30ക്കുള്ളിൽ തന്നെ എല്ലാവരും എക്സാമിനേഷൻ സെന്ററിൽ കറക്റ്റായിട്ട് എത്തിച്ചേരുക. നിങ്ങൾക്ക് ആ ഒരു 2:45 to 3 o'clock വരെ 15 മിനിറ്റ് നീണ്ട ഒരു മോക്ക് ടെസ്റ്റ് ഉണ്ടാകും. CBT എക്സാമിനേഷൻ്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. ആ ഒരു കളർ കോഡൊക്കെ എങ്ങനെയാണ്, നിങ്ങൾ കമ്പ്യൂട്ടർ മോഡ് എക്സാമിനേഷൻ എഴുതിയിട്ടില്ലാത്തവരാണ് ഇതിനു മുമ്പ് എങ്കിൽ എങ്ങനെയാണ് അതിൻ്റെ ആ ഒരു രീതി എന്ന് മനസ്സിലാവാനായിട്ടാണ്. മാർക്ക്ഡ് ഫോർ റിവ്യൂവിൽ എങ്ങനെയാണ് ഇടേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇനി അത് നിങ്ങൾക്ക് ആരെങ്കിലും എഴുതിയിട്ടില്ലാത്തവരാണ്, അറിയില്ല, ആദ്യമായിട്ടാണ് ഒരു CBT മോഡ് എക്സാമിനേഷൻ എഴുതുന്നതെങ്കിൽ എന്തൊക്കെയാണ് CBT മോഡ് എക്സാമിനേഷനിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ആ കളർ കോഡ് എങ്ങനെയാണ് മാർക്ക് ഫോർ റിവ്യൂവിലേക്ക് ഇടുന്നത്, മാർക്ക് ഫോർ റിവ്യൂവിലേക്ക് ഇട്ടാലുള്ള നിങ്ങളുടെ മാർക്ക് അവിടെ വാല്യൂ ചെയ്യുമോ എന്നുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് LLB എൻട്രൻസ് എക്സാമിനേഷനും LLM എൻട്രൻസ് എക്സാമിനേഷനും സെയിം മോഡ് തന്നെയാണ് ആ കളർ കോഡൊക്കെ വരുന്നത്. അപ്പോൾ നമ്മൾ LLB എക്സാമിനേഷന് വേണ്ടിയിട്ട് കുട്ടികൾക്ക് ഒരു CBT മോഡ് എക്സാമിനേഷൻ്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് പറഞ്ഞ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പിൻ ചെയ്തേക്കാം. അപ്പോൾ നിങ്ങൾക്ക് അത് കണ്ടു നോക്കാവുന്നതാണ്, എങ്ങനെയാണ് ഒരു CBT മോഡ് എക്സാമിനേഷൻ അറ്റൻഡ് ചെയ്യുന്നുള്ള കാര്യം. അപ്പോൾ കളർ കോഡൊക്കെ മനസ്സിലാക്കി വെക്കുക. എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. നല്ല രീതിയിൽ എക്സാം എഴുതി നിങ്ങൾക്ക് എല്ലാവർക്കും നിങ്ങൾ ആഗ്രഹിച്ച കോളേജിൽ തന്നെ PGക്ക് അഡ്മിഷൻ കിട്ടട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഓക്കെ, താങ്ക്